Stay tuned to Kids Corner and set free from all tensions and worries. ഹോളിഡേയ്സ് തുടങ്ങിയതേ ഉള്ളൂ. ഇവൻ്റെ പുസ്തകം വായന തുടങ്ങി. നിനക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്നെ വിട്ടേരേ, ഞാനൊരു പാവമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അമ്മ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെറുതായിരുന്നപ്പോൾ തൻ്റെ അപ്പൻ്റെ പഴയ ഉടുപ്പ് ചെറുതാക്കിയായിരുന്നു മക്കൾക്ക് കൊടുത്തിരുന്നത്. ആണോ? ആ ഓർമ്മയിലായിരിക്കാം കാർഡിനലായി തിരഞ്ഞെടുത്തപ്പോൾ പഴയ കാർഡിനലിൻ്റെ വസ്ത്രം ധരിച്ചിരുന്നത്. ഇത് കാർഡിനലായി വായിക്കുന്ന ചടങ്ങിലോ? അതെ, എന്തൊരു എളിമയാണല്ലേ നമ്മുടെ പാപ്പയ്ക്ക്. എളിമയോ? അതെന്താ? പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എളിമ. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മൾക്ക് ഭയങ്കര എളിമയാണ്, നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അല്ലേ? പക്ഷേ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ ശരിക്കും അറിയുള്ളൂ നമ്മൾക്ക് എളിമയുണ്ടോയെന്ന്. നമ്മൾക്ക് ഇടയ്ക്ക് ചിരി വരും അല്ലേ നമ്മളുടെ കാര്യം തന്നെ ആലോചിക്കുമ്പോൾ, എളിമയുടെ കാര്യത്തിൽ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആദ്യം എളിമ എന്താണെന്നുള്ളത് അറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമ്മൾക്കത് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ആദ്യം നമുക്ക് അങ്കിളുടെ അടുത്തേക്ക് പോവാം. അതിന് മുമ്പ് ഇന്നത്തെ വചനം പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വചനം ഇതാണ്. പ്രഭാഷകൻ 3-ാം അധ്യായം 19-ാം വാക്യം. നീ എത്ര ഉന്നതനോ അത്രമാത്രം വിനീതമാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. റിപ്പീറ്റ് ചെയ്യോ? നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതമാകുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഓക്കെ, ഇനി സുഹൃത ജപം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ എളിമയുള്ളവരാക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ എളിമയുള്ളവരാക്കണമേ. ഓക്കെ, അപ്പൊ നമുക്കിനി അങ്കിളുടെ അടുത്ത് പോയി എളിമയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളൊക്കെ ആയിട്ട് പോവാം. അങ്കിൾ, എന്താണ് എളിമ? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? എളിമ എന്നാൽ തൻ്റെ ഒന്നുമില്ലായ്മയെക്കുറിച്ചുള്ള തനിക്കുള്ള അറിവാണ് എളിമ. അതായത് മൂലപാപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാപമാണല്ലോ നിഗളം, അഹങ്കാരം. ഈ അഹങ്കാരത്തിനെതിരായിട്ടുള്ള പുണ്യമാണ് എളിമ. ഹ്യൂമിലിറ്റി, അതിൻ്റെ ഒരു ലാറ്റിൻ വാക്കാണ് ഹ്യൂമസ്. അതിൻ്റെ അർത്ഥം മണ്ണ് എന്നാണ്. മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉപവാസ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന മണ്ണിനെക്കുറിച്ചാണ് അല്ലേ? മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ പിന്തിരിയുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണത് ഈ ഉപവാസ സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ വെറും മണ്ണാണ്, പൊടിയാണ്. നമുക്ക് അഹങ്കരിക്കാൻ ഒരു വകയുമില്ല അല്ലേ? അഹങ്കരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അത്രമാത്രം നമ്മൾ എളിമയിൽ ജീവിക്കേണ്ട മക്കളാണ്. എളിമയുടെ മറ്റൊരു വിശേഷണമാണ് ക്യൂൻ ഓഫ് വെർച്യൂസ്, അതായത് പുണ്യങ്ങളുടെ രാജ്ഞി. അതായത് ഈ എളിമയിൽ നിന്ന് വേണം നമ്മൾ ബാക്കിയെല്ലാം പണിയപ്പെടുവാനായിട്ട്. നമ്മളൊരു ഭവനം കാണുമ്പോൾ, ഒരു വീട് കാണുമ്പോഴത്തേക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണും? വീടിൻ്റെ മനോഹാരിത, നല്ല വൈറ്റ് വാഷ്, നല്ല പില്ലേഴ്സ്, മരപ്പണികൾ, ഇതെല്ലാം നമ്മൾ കാണും. പക്ഷെ അതിൻ്റെ അടിത്തറ, അതാണ് എളിമ. അപ്പോൾ നമ്മളാകുന്ന ഭവനം ഈ എളിമയിൽ വേണം പണിയപ്പെടുവാനായിട്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് എളിമ അഹങ്കാരത്തിന് എതിരായിട്ടുള്ള ഒരു പുണ്യമാണ്. നമ്മൾ എളിമയിൽ വളരേണ്ട മക്കളാണെന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് എളിമ പ്രാക്ടീസ് ചെയ്യുന്നത്? എളിമ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആർജിച്ചെടുക്കേണ്ട ഒരു പുണ്യമാണ് എളിമ. നന്മകൾ കൊണ്ട് നമ്മൾ നിറയണം. നിറഞ്ഞു കഴിയുമ്പോൾ പുണ്യങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടും. അതായത് നന്മയെ ഗർഭം ധരിച്ച് പുണ്യത്തെ പ്രസവിക്കണമെന്നാണ് പറയുന്നത്. അത്രമാത്രം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എളിമയിൽ വളരുവാനായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഈ ഉപവാസകാലങ്ങളിലൊക്കെ മൗലിക പുണ്യങ്ങൾ, അതായത് വിവേകം, നീതിബോധം, ആത്മശക്തി, മിതത്വം, ഈ 4 പുണ്യങ്ങളിലാണ് നമ്മൾ ഉപവാസത്തിലൂടെയൊക്കെ നമ്മൾ വളരുന്നത്. അതിൽ മിതത്വം എന്ന് പറയുന്ന ആ പുണ്യത്തോട് ചേർന്ന് നിൽക്കുന്ന പുണ്യമാണ് എളിമ. അത് നമ്മൾ അനുദിനം നമ്മളുടെ പ്രാർത്ഥനയിലും നമ്മുടെ ഉപവാസങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എളിമയിൽ എന്നെ വളർത്തണമേ എന്ന്. ഫിലിപ്പിയരുടെ പുസ്തകത്തിൽ ഫിലിപ്പിയർ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും
അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. അപ്പോൾ നമ്മൾ എളിമയിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയണം. ദൈവം എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളിമപ്പെടാതിരിക്കാൻ സാധിക്കില്ല. കാര്യം അവൻ തന്നെ ശൂന്യനാക്കി സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു, അല്ലേ? കുരിശു മരണം വരെ അനുസരണമുള്ളവനായി അവൻ എളിമപ്പെട്ടു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ, ദൈവം ഇത്രമാത്രം എളിമപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ എളിമയിൽ ജീവിക്കേണ്ട മക്കളാണ്. ഈശോയുടെ ജനനം നിങ്ങൾക്ക് ആലോചിക്കാം, കാലിത്തൊഴുത്തിലായിരുന്നു, അല്ലേ? കാലിത്തൊഴുത്തിലാണ്. ഈശോ കാലിത്തൊഴുത്തിൽ ജനിക്കേണ്ട ആളാണോ? നോക്കുമ്പോഴത്തേക്കും ദൈവം, പലരും വിചാരിച്ചു കൊട്ടാരത്തിലേക്കേ ആയിരിക്കാം, അല്ലേ? പക്ഷേ ഈശോ എളിമയുടെ പ്രതീകമായി കാലിത്തൊഴുത്തിൽ കാലികളുടെ ഗന്ധം, അല്ലേ? നമ്മൾ ക്രിസ്മസിനൊക്കെ പുൽക്കൂടൊക്കെ ഒരുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വളരെ ഭംഗിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട്, പക്ഷേ ശരിക്കും ഈശോ ജനിച്ച ആ ഒരു സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലോർത്തെ. അത്രമാത്രം എളിമയിലാണ് ഈശോ ജനിച്ചത്. ഈശോയെ ആദ്യം കണ്ടതാരാ? ജനിച്ചു കഴിഞ്ഞപ്പോൾ ആരാ കണ്ടത്? ഈശോയെ ആദ്യം കണ്ടതാരാണ്? അല്ല പറഞ്ഞു, ആട്ടിടയന്മാർ ഈ ലോകത്ത് ആരാണ്? നിസ്സാര ആൾക്കാർ, അല്ലേ? ഈശോയെ ആദ്യം കണ്ടത് ആട്ടിടയന്മാരാണ്. അപ്പോൾ നമ്മൾ ഓർക്കും ദൈവം ഭൂമിയിൽ ജനിക്കുമ്പോൾ വല്ല മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, അല്ലെങ്കിൽ വല്ല IAS അവരൊക്കെ വന്നാണോ ഈശോ ആദ്യം കണ്ടത്? ഇല്ല. അപ്പോൾ എളിമയുടെ എല്ലാ വശങ്ങളും നമുക്ക് ഈശോയുടെ ജനനം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആട്ടിടയന്മാർ വന്ന് കാണുന്നു. അതേപോലെ തന്നെ ഈശോ ഓശാന ഞായറാഴ്ച ഈശോ സഞ്ചരിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഈശോ എന്തിൻ്റെ പുറത്തായി കയറി വന്നത്? കഴുതപ്പുറത്ത്, അല്ലേ? നമ്മളാണെങ്കിൽ ഒരു കുതിരയൊക്കെ ചോദിക്കുമായിരുന്നു, അല്ലേ? ഒരു കുതിരപ്പുറത്ത് പോകുന്നതല്ലേ ഒരു ഗെറ്റപ്പ്, അല്ലേ? പക്ഷേ ഈശോ കഴുതയെ തിരഞ്ഞെടുത്ത്. അത്രമാത്രം ഈശോ തന്നെ ശൂന്യനാക്കി എളിമയുടെ മാതൃക നമുക്ക് കാണിച്ചു തരികയാണ് ഈശോ. കഴുതപ്പുറത്ത് കയറിയുള്ള യാത്ര, അത് കഴിഞ്ഞ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു, അല്ലേ? അത്രമാത്രം ഈശോ താഴുന്നു. കുരിശുമരണത്തിൽ ഒക്കെ നമുക്ക് കാണുന്നത് ഈ പറയുന്ന ഈശോയുടെ എളിമയുടെ വലിയ മാതൃക നമ്മൾ ഈശോയെ കാണുകയാണ്. പരിശുദ്ധ അമ്മ, എളിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് പരിശുദ്ധ അമ്മയുടെ മുഖമാണ്, അല്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാതാവിൻ്റെ ഉദരത്തിൽ ഈശോക്ക് ജന്മമെടുക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊരു ഈശോയെ കിട്ടി. അപ്പോൾ മാതാവ് അത്രമാത്രം എളിമയോടുകൂടി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എളിമയുടെ വലിയ ഒരു മാതൃക. അപ്പോഴത്തേക്കുമാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നീ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുമെന്നൊക്കെയുള്ള വാഗ്ദാനം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട് നമ്മൾ എളിമ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് നമ്മളിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നിരന്തരം നന്മകളാൽ നിറയുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ നന്മകളാൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എളിമയെന്ന പുണ്യം നമ്മളിൽ നിന്ന് പുറത്തു വരും. നമ്മളുടെ സ്കൂൾ ജീവിതത്തിലും വീട്ടിലൊക്കെ നമ്മൾ ഈ ഈശോയുടെ മാതൃക പിഞ്ചെന്നുകൊണ്ട് എളിമയുടെ മക്കളായി തീരണം. സ്കൂളിലൊക്കെ മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കണം. നമ്മളെപ്പോഴും നല്ല വില കൂടിയ ബാഗൊക്കെ ധരിച്ച് സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ പർച്ചേസിനൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ വെക്കേഷനാണ്, അല്ലേ? അപ്പനും അമ്മയായിട്ട് ബാഗ് മേടിക്കാൻ വേണ്ടി നിങ്ങൾ കടയിൽ പോവോ? കടയിൽ പോകുമ്പോഴത്തേക്കും ഏറ്റവും വില കൂടിയ, സ്കൂളിൽ എനിക്ക് വളരെ എല്ലാവരുടെയും മുമ്പിൽ ഒരാളാകണം, അല്ലേ? എല്ലാവരുടെ മുമ്പിൽ ഒരു നൈക്കിൻ്റെ ബാഗും ഒക്കെ ധരിച്ച് വരുമ്പോൾ എല്ലാവരും ഒന്ന് തന്നെ നോക്കും എന്ന് കരുതി നമ്മൾ വലിയ വില കൂടിയ ബാഗ് അപ്പനെ കൊണ്ട് മേടിപ്പിക്കും. അപ്പൻ്റെ കയ്യിൽ കാശുണ്ടാകുന്ന പോലും നമ്മൾ ചോദിക്കില്ല, അല്ലേ? പക്ഷെ അവിടെയൊക്കെ എളിമയോടുകൂടി, അപ്പ എനിക്ക് സാധാരണ ഒരു ബാഗ് മതി, എനിക്ക് വലിയ ആളാകണ്ട. സ്കൂളിൽ എനിക്ക് വലിയ ബാഗ് മേടിക്കാനായിട്ടുള്ള പൈസ എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് കുറഞ്ഞൊരു ബാഗ് മതി. അതേപോലെ തന്നെ സ്കൂളിലൊക്കെ നിങ്ങൾ അകാരണമായി ടീച്ചർമാരെന്തെങ്കിലും വഴക്ക് പറയുമ്പോഴൊക്കെ അവിടെയും എളിമയോടുകൂടി നമുക്ക് അതിനോട് പ്രതികരിക്കുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എളിമ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. എളിമപ്പെട്ട് ജീവിച്ചാൽ ചുറ്റുമുള്ളവർ നമ്മളെ വില കുറച്ച് കാണൂലേ? മോനെ, ലോകത്തിൻ്റെ വിലയിടലിലല്ല കാര്യമുള്ളത്, സ്വർഗത്തിൻ്റെ വിലയിടലിലാണ് കാര്യമുള്ളത്. അപ്പോൾ ലോകം ചിലപ്പോൾ നമ്മളെ വില കുറച്ച് കാണും. മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പോൾ നമ്മൾ എളിമയിൽ ജീവിച്ച്
ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ പരിഹാസപാത്രമാകുമായിരിക്കും. അല്ലെങ്കിൽ ഇവൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ചിലപ്പോൾ മറ്റു കൂട്ടുകാർ ചിലപ്പോൾ ഇവനെന്ത് ഒരു ബോധമില്ലാത്തവൻ അല്ലേ, ഒരു പ്രാർത്ഥനാക്കാരൻ, ഇവൻ ഒന്നിനോടും പ്രതികരിക്കുന്നില്ല എന്നൊക്കെ കളിയാക്കൽ നമുക്ക് കിട്ടും. പക്ഷേ അവിടെയൊക്കെ സ്വർഗം നമുക്ക് വിലയിടുന്നുണ്ട്. സ്വർഗം തീർച്ചയായിട്ടും നമുക്ക് വിലയിടുന്നുണ്ട്. അതായത് മദർ തെരേസയുടെ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരിക. മദർ തെരേസ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചെന്ന് പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടിയപ്പോൾ ആ വീട്ടുടമസ്ഥൻ പുച്ഛത്തോടു കൂടി തുപ്പിയെന്നാണ് പറയുന്നത് കൈകളിൽ. അപ്പോൾ മദർ തെരേസ പറഞ്ഞു, ഇത് എനിക്കുള്ളത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഇത് എൻ്റെ മക്കൾക്കുള്ളതാ എന്ന് അടുത്ത കൈ നീട്ടുകയാണ്. അപ്പോൾ അത്രമാത്രം എളിമ മദർ തെരേസയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ തുപ്പൽ പോലും ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ തുപ്പി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ലോകം പറയുന്നത് ഒന്നിടിച്ചാൽ രണ്ടിടി അങ്ങോട്ട് കൊടുക്കുക അല്ലേ, ഒന്ന് തുപ്പിയ ഒരു 10 തുപ്പ് തിരിച്ചു തുപ്പുക, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കാണുന്നത്. പക്ഷേ ഇവിടെ മദർ തെരേസയൊക്കെ എളിമയുടെ മാതൃക നമുക്ക് കാണിച്ചിരിക്കാൻ. മദർ തെരേസയോട് തന്നെ ഒരു പ്രാവശ്യം ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, മദറിൻ്റെ പിൻഗാമിയെ കണ്ടുപിടിക്കാൻ വളരെ പാടായിരിക്കുമല്ലോ അല്ലേ, മദറിനെ പോലെ ഒരു പിൻഗാമിയെ കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മദർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെക്കാളും കുറവുകളുള്ള ഒരാളെ കിട്ടാനത് കൊണ്ടാണ് ദൈവം ഈ ഒരു പോസ്റ്റിൽ എന്നെ വെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പിൻഗാമിയെ കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഞാൻ കുറവുകളുള്ള വ്യക്തിയാണ്, ഞാൻ പാപികളിൽ ഒന്നാമതാണെന്നൊക്കെ മദർ നമ്മൾ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഇതുപോലെ തന്നെ അൽഫോൻസാമയുടെ ജീവിതത്തിൽ അൽഫോൻസാമ ഒരു ദിവസം ചുമച്ചിങ്ങനെ വരാന്തയിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ അൽഫോൻസാമയെ മനഃപൂർവ്വം വഴക്ക് കേൾപ്പിക്കാനായിട്ട് വേറൊരു സിസ്റ്റർ ചെടിച്ചട്ടി പൊട്ടിച്ച് ആ വഴിയിൽ വെക്കുകയാണ്. അപ്പോൾ മദർ വരുമ്പോൾ കാണുന്നത് അൽഫോൻസാമ ചുമച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും ചെടിച്ചട്ടി പൊട്ടിയിരിക്കുന്നു. അപ്പോൾ അൽഫോൻസാമയെ ചീത്ത പറയണതാണ്, നീ എന്തിനാണ് സൂക്ഷിച്ച് നടക്കാനുകൊണ്ടല്ലേ ഈ ചെടിച്ചട്ടി പൊട്ടിയത്. പക്ഷെ ആ സമയത്ത് അൽഫോൻസാമ അത് ന്യായീകരിക്കുന്നില്ല, ഞാനല്ല അത് പൊട്ടിച്ചത്, അത് ഇന്ന ആളാണ്, അറിയില്ല, അങ്ങനെ ഒന്നും മദർ അൽഫോൻസാമ പറയുന്നില്ല. അൽഫോൻസാമ ആ വഴക്ക് സ്വീകരിക്കണാണ്, അതൊരു എളിമയോടുകൂടി ആ വഴക്ക് സ്വീകരിക്കണം അൽഫോൻസാമ. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പഴം, നമ്മൾ സമയമുണ്ട്, ആ സമയത്തൊക്കെ ഇവർക്ക് പഴം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു പഴം ഒരു സിസ്റ്റർ മനഃപൂർവ്വം കഴിച്ചിട്ട് അത് അൽഫോൻസാമ കഴിച്ചതാണെന്ന് പറയും. അന്നും എല്ലാവരുടെ മുമ്പിൽ വെച്ച് മദർ വഴക്ക് പറയും, നീ എന്തിനാണ് ചോദിക്കാതെ പഴമെടുത്ത് കഴിച്ചത്, കട്ട് തിന്നെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എല്ലാവരും പരിഹാസത്തോടു കൂടി അൽഫോൻസാമയെ നോക്കുന്നു. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ആരാണെങ്കിലും ഒന്ന് അത് ന്യായീകരിക്കാൻ നോക്കൂലേ, ഞാനല്ലാതെ കഴിച്ചില്ല. പക്ഷേ അൽഫോൻസാമ അവിടെയും എളിമയോട് കൂടി ആ വഴക്ക് സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ വഴക്ക് പറഞ്ഞാണ് ഓർത്ത് നോക്കിയേ, ചെയ്യാത്തൊരു കുറ്റം നിങ്ങളല്ല ചെയ്തത്, ഒരു ടീച്ചർ, നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ നിങ്ങളെ ചീത്ത പറയുകയാണ്, നീ എന്താണ് ആ ചെയ്തതെന്ന് ചീത്ത പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? ആ ടീച്ചറിനോട് ദേഷ്യം തോന്നും, പിന്നെ ഇംഗ്ലീഷിനോട് തന്നെ ദേഷ്യം തോന്നും അല്ലേ. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ എന്നെ അകാരണമായി ചീത്ത പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വിഷയത്തിനോട് നമുക്ക് ദേഷ്യം തോന്നും, ടീച്ചറിനോട് നമുക്ക് ദേഷ്യം തോന്നും. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ വിശുദ്ധരുടെ മാതൃക നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എളിമയോടുകൂടി നമ്മളല്ല ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ഹൃദയത്തിൽ എളിമയോടുകൂടി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പുണ്യത്തിൽ ഈ ഫലങ്ങൾ കൊണ്ട് നമുക്ക് നിറയുവാനായിട്ട് നമുക്ക് സാധിക്കും. എളിമപ്പെട്ട് ജീവിച്ചാൽ എന്താണ് ഗുണം? വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നൊരു വാക്കുകളാണ് എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നത്. നീ സ്വയം എളിമപ്പെടുക, ദൈവം നിൻ്റെ കൂടെ ആയിരിക്കുവാൻ ഇറങ്ങി വരും. എന്നാൽ നീ അഹങ്കരിച്ചാൽ ദൈവം നിന്നിൽ നിന്ന് അകന്നു മാറും. അപ്പോൾ ദൈവം നമ്മളുടെ കൂടെ വസിക്കണമെന്നുണ്ടെങ്കിൽ എളിമ നമ്മളുടെ ഹൃദയത്തിൽ വേണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മളുടെ കൂടെ എന്ത് കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എളിമയുള്ള ഹൃദയത്തിൽ ദൈവം വസിക്കാൻ ഒരുപാട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അഹങ്കരിക്കുന്നവരുടെ കൂടെ ദൈവം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അഹങ്കാരത്തിൽ നിന്ന് വെടിഞ്ഞ് എളിമ എന്ന പുണ്യത്തിൽ നമ്മൾ ജീവിക്കണം. അതേപോലെ തന്നെ ഒരുപാട് നിധികൾ നമുക്ക് കിട്ടും. അത് വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ എളിമ എന്ന നിധി എനിക്ക് തരണമേ. അപ്പോൾ അഗസ്റ്റിനോസ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അത്രമാത്രം വിലപ്പെട്ടതാണ് ഈ എളിമ എന്ന പുണ്യം. അപ്പോൾ അതൊരു വലിയ നിധിയാണ്. അപ്പോൾ എളിമപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് എനിക്കുള്ള ഗുണം, എനിക്ക് നിധി കിട്ടും, ദൈവം എൻ്റെ കൂടെ വസിക്കും. അതുപോലെ തന്നെ ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, താണ നിലത്തിലെ നീരൊഴുകൂ, അതായത് താഴ്ന്ന നിലത്തിലൂടെ വെള്ളം ഒഴുകുകയുള്ളൂ. അപ്പോൾ വെള്ളം ഒഴുകിയാൽ മാത്രമേ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലേ. ഈ ഫലം, അപ്പോൾ നമ്മളിൽ ഫലങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരായിട്ടിരിക്കണം.
എളിമയുള്ളവരായിരിക്കണം, എങ്കിലേ നമ്മളിൽ ഫലങ്ങൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വീട്ടിൽ മാങ്ങ മരമുണ്ടോ? മാവ് ആരുടെ വീട്ടിലാണുള്ളത്? മാവുണ്ട്. മാങ്ങ ഇടാറുണ്ടോ? ഒരുപാട്. അപ്പോൾ ഇഷ്ടം പോലെ മാങ്ങയുള്ളൊരു കൊമ്പ് എങ്ങനെയായിരിക്കും സാധാരണ ആ കൊമ്പിൻ്റെ ഒരു അവസ്ഥ? ഇഷ്ടം പോലെ മാങ്ങ ഒരു കൊമ്പിലുണ്ട്. അപ്പോൾ ആ കൊമ്പ് എന്ത് ചെയ്യും? പതുക്കെ താന്നു വരും അല്ലേ? അപ്പോൾ നമ്മളിൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു താഴ്മ നമ്മളിൽ വരും. അപ്പോൾ ഇതാണ് എളിമ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ അഹങ്കരിച്ച് നടക്കേണ്ടവരല്ല. ഈ കൊമ്പൊന്ന് പിടിച്ചൊന്ന് പൊക്കാൻ നോക്കിയേ, ഒടിഞ്ഞു പോവും അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കുറേ കിട്ടി, കുറേ കഴിവുകൾ എനിക്കുണ്ടായി എന്നൊക്കെ നമ്മളൊന്ന് അഹങ്കരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് എളിമ, നമ്മൾ എന്തുമാത്രം ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം നമ്മൾ എളിമയിൽ ജീവിക്കണം. എളിമയിൽ ജീവിക്കുവാനായിട്ട് ഇതേപോലെ ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടണം. നമ്മൾ പിതാവായ ദൈവത്തെ പൂർണ്ണമായിട്ട് നമ്മൾ അറിയണം. ദൈവം എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എളിമയിൽ ജീവിക്കും. എളിമയിൽ ജീവിച്ചാൽ ഇതുപോലെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. സ്വർഗം നമ്മളെ വിലമതിക്കും. സ്വർഗത്തിൽ നമുക്ക് നല്ല മാർക്ക് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എളിമയിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്കിളിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എളിമയുണ്ടോ? ഇനി ഇല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനോട് നമ്മളൊന്ന് ചോദിച്ചാൽ പോരെ? നമ്മുടെ ഇന്നത്തെ സുകൃതി ജപം എല്ലാ ദിവസവും ഏറ്റു പറഞ്ഞാൽ തന്നെ മതി. ചെയ്യോ? ഓക്കെ, അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിന് മുമ്പ് ഒന്നും കൂടെ വചനവും സുകൃതി ജപം ഏറ്റു പറയാം. പ്രഭാഷകൻ 3-ാം അധ്യായം 18-ാം വാക്യം. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഓക്കെ, ഇനി സുകൃതി ജപം. പരിശുദ്ധാത്മാവേ ഞങ്ങളെ എളിമയുള്ളവരാക്കണമേ. ഓക്കെ. ഇനി നമുക്ക് അമ്മാമ്മയുടെ അടുത്ത് പോയൊരു കഥ കേൾക്കാം. അപ്പോൾ അമ്മാമ്മയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വചനവും സുകൃതി ജപവും ഒന്നും കൂടെ പറയാം. പ്രഭാഷകൻ 3-ാം അധ്യായം 18-ാം വാക്യം. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഇനി സുകൃതി ജപം. പരിശുദ്ധാത്മാവേ ഞങ്ങളെ എളിമയുള്ളവരാക്കണമേ. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്
വിശുദ്ധ ആഗ്നസിനെ കുറിച്ചാണ്. വെറും 13 വയസ്സുള്ളപ്പോൾ വിശുദ്ധയായ ഒരു കൊച്ചു വിശുദ്ധ. അതേസമയം സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാളാണ് ഈ കൊച്ചു വിശുദ്ധ. വളരെ ചെറുപ്പത്തിലെ തന്നെ ഈശോയോട് വളരെ കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. നല്ല ദൈവഭക്തിയിലാണ് മാതാപിതാക്കൾ അവളെ വളർത്തിയത്. നല്ല സൗന്ദര്യവതിയായിരുന്നു. അതുകൊണ്ട് ഒരു 12 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലേ ആളുകൾ വിവാഹക്കാരുമായിട്ട് വരാൻ തുടങ്ങി. ചെറുപ്പക്കാർ പലരും അവളെ ആഗ്രഹിച്ചു. അന്നത്തെ ഗവർണറുടെ മകനും ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൾ പറഞ്ഞത്, ഞാൻ എൻ്റെ സ്വർഗീയ നാഥനെ, അതായത് യേശുവിനെ വരനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് വേറൊരാളെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അവളോട് ഭയങ്കരമായ വിരോധവും വെറുപ്പും ഈ ഗവർണർക്ക് തോന്നി. ഗവർണർ ഇവളെ ആരാച്ചാരന്മാരെ കൊണ്ട് ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ പറഞ്ഞു. ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാനായിട്ട് ഇവളെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. പക്ഷേ അവൾ ആരാധിച്ചില്ലെന്ന് തന്നെയല്ല, അവിടെ നിന്ന് മാറി നിന്നു. യേശുവിനെ ആരാധിച്ചുകൊണ്ട് മാറി നിന്നു. അപ്പോൾ ഇവർക്ക് കൂടുതൽ വെറുപ്പും വിരോധവുമായി. എങ്ങനെയും ഇവളെ സ്വന്തമാക്കാനുള്ള ആ ആഗ്രഹത്തോടു കൂടിയാണ് ഇവളെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത്. പക്ഷേ അവരുടെ മധുരവചസ്സുകളോ ഭയപ്പെടുത്തലോ ഒന്നും അവളുടെ തീരുമാനത്തിന് മാറ്റം വരുത്തിയില്ല. ഒരു ദിവസം ഇവളെ കൂടുതൽ പീഡിപ്പിക്കാൻ വേണ്ടി ഒരു വേശ്യാലയത്തിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ അവൾ പറഞ്ഞത് എന്താണെന്നോ, തൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ യേശു എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമെന്ന്. തൻ്റെ പ്രിയപ്പെട്ടവളാണ് ആഗ്നസ് എന്നുള്ള ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഉറച്ചു നിന്നു. എന്തെല്ലാം പീഡനങ്ങൾ അവർ ചെയ്തിട്ടും അവൾ പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, അവൾ ധൈര്യമായിട്ട് യേശുവിൻ്റെ കൂടെയാണ് ഞാനെന്നുള്ള ബോധ്യത്തിൽ നിന്നു. വീണ്ടും അവർ ഇവളെ പീഡിപ്പിക്കാനായിട്ട് വളരെയധികം പീഡിപ്പിക്കാൻ വേണ്ടി നഗ്നയാക്കാനായിട്ട് നിന്നപ്പോൾ അവിടെ നിന്നിരുന്ന ആളുകളെല്ലാം ഒഴിഞ്ഞു മാറിപ്പോയി. അതേസമയം ഒരു യുവാവ് ചീത്ത സ്വഭാവമുള്ള ഒരു മനുഷ്യൻ അവളെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് ഒരു ശബ്ദവും, ഒരു ഇടിമിന്നൽ പോലുള്ള ഒരു ശബ്ദവും, അതേസമയം അപ്പോൾ തന്നെ ഇയാളുടെ 2 കണ്ണും അന്ധമായിപ്പോയി. ഇതൊക്കെ കണ്ടിട്ടും ഈ ന്യായാധിപന് ഒരു മാനസാന്തരം ഉണ്ടായില്ല. എങ്കിലും അവൾ ധൈര്യമായിട്ട് തന്നെ നിന്നു. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഇനി ഇവളെ ജീവിക്കാൻ അനുവദിക്കരുത്, കൊന്നുകളയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവളെ കയ്യാമം വെച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ് കൊല്ലാൻ വേണ്ടി. പക്ഷെ ആ കയ്യാമം തനിയെ ഊർന്നുപോയി. പക്ഷെ എന്നാലും അവൾ ആ കുഞ്ഞാടിനെ പോലെ തന്നെ ഈ ആരാച്ചാരുടെ പുറകെ പോയി ഇവൾ മുട്ടുകുത്തി നിന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന്. കുറച്ച് സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇവൾ തല നീട്ടിക്കൊടുത്ത് വേഗം ഒറ്റ വെട്ടിന് തല താഴെ വീണു. അങ്ങനെ അവൾ രക്തസാക്ഷിയായി കഴിഞ്ഞു. ഈ രക്തസാക്ഷിത്വം ആചരിക്കുന്ന ദിവസം അന്നത്തെ ആർച്ച് ബിഷപ്പ് അണിയുന്ന പാലിയം നിർമ്മിക്കുന്നത് 2 കുഞ്ഞാടുകളുടെ
തോലുകൊണ്ട് രോമം കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതണിഞ്ഞുകൊണ്ടാണ് ആ ദിവസം ആചരിക്കുന്നത്. തന്നെയുമല്ല, ഈ 13 വയസ്സുകാരി ഇത്രമാത്രം വിശ്വാസവും ഇത്രയും ധൈര്യവും ഇതെവിടെ നിന്ന് അവൾക്ക് കിട്ടി? ഏതെല്ലാം പ്രലോഭനങ്ങളിലൂടെ കൊണ്ടുപോയി? നിങ്ങൾക്കൊക്കെ സാധിക്കുന്ന കാര്യമാണോ ഇത്? ഈ ചെറുപ്രായത്തിൽ അവൾ ഈശോയുമായിട്ട് ഇത്രയും ഗാഠബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൾക്കിത് സധൈര്യം തല നീട്ടിക്കൊടുത്ത് ആ രക്തസാക്ഷിത്വം വരിക്കാൻ സാധിച്ചത്. നമ്മളും അതുപോലെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ദൈവത്തോട് കൂടെ നിന്നാൽ നമുക്കും അതുപോലെ വിശുദ്ധരാകാം. ഈ വിശുദ്ധയോട് പ്രാർത്ഥിക്കോ? പ്രൈസ് ദി ലോർഡ്. താങ്ക്സ്. ഈ താങ്ക്സ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഭയങ്കര പിശിക്കുകയാണല്ലോ ഉപയോഗിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ, ഇല്ലേ? പക്ഷേ താങ്ക് യു എന്നുള്ള വാക്ക് അതിനുവേണ്ടി മാത്രമല്ല, നമ്മൾക്ക് ഡെയിലി ലൈഫിൽ ഒത്തിരി ഉപയോഗിക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ, നമ്മൾ ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത്, അതേപോലെ ഈ നമ്മൾക്ക് ഫുഡ് സെർവ് ചെയ്യില്ലേ, നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവർ സെർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരോട് താങ്ക് യു പറയാം. പിന്നെ ആരെങ്കിലും നമുക്ക് ഡോറ് തുറന്നു തരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവരോടും നമുക്ക് അപ്പോൾ തന്നെ ഒരു താങ്ക് യു പറയാം. പക്ഷെ അതുകൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടാവും എന്ന് തോന്നണ്ട, ഇല്ലേ? എന്നാൽ ഉണ്ടാവും. അവർ ചിലപ്പോൾ മൂഡ് ഓഫ് ആയിരിക്കാം, എന്തെങ്കിലും ആവാം. നമ്മളുടെ ഒരു താങ്ക് യു മതി, അവർ ചിരിക്കും, ഇല്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ താങ്ക് യു പറഞ്ഞപ്പോൾ അവർ നോക്കി ചിരിച്ചിട്ടില്ലേ? അതാ. അപ്പോൾ ഇനി എപ്പോഴും ആരെന്ത് ചെയ്തു തന്നാലും താങ്ക് യു പറയണം. ഓക്കെ? അപ്പോൾ ഇനി നമ്മുടെ എപ്പിസോഡ് ഇന്നിവിടെ കഴിഞ്ഞു. എളിമയെക്കുറിച്ച് നമ്മൾ കുറേ അറിഞ്ഞു. ഇനി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവിനോട്, അല്ലേ? നമ്മൾക്ക് എളിമ ഉണ്ടാവണേന്ന്. അപ്പോൾ ഒന്നും കൂടെ വചനവും സുകൃജപം ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രഭാഷകൻ 3-ാം അധ്യായം 18-ാം വാക്യം. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഓക്കെ, ഇനി സുകൃത ജപം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ എളിമയുള്ളവരാക്കണമേ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരെയും ബൈ.